നമസ്കാരം. നളിനി ജമീലയ്ക്ക് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല, ഒരു പരിചയപ്പെടുത്തലിൻ്റെയും. അപ്പോൾ 3 അടി കഴിഞ്ഞിട്ട് എണീക്കാൻ പറഞ്ഞു. എണീറ്റിട്ട് എന്നോട് പറഞ്ഞു ചാടാൻ പറഞ്ഞു. അപ്പോൾ ഈ അടിച്ചിട്ട് എന്നോട് ചാടാൻ പറഞ്ഞു. അപ്പോൾ ഈ രക്തം കട്ടയാവാതിരിക്കാൻ അവർ ചാടാൻ പറഞ്ഞത്. എനിക്കതൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇവരുടെ ധാരണ ഈ പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് കയറി ഇറങ്ങിയിട്ടുള്ള വേശ്യാവൃത്തി ഒരുപാട് ചെയ്തിട്ടുള്ള അങ്ങനെ ലോകം അറിയുന്ന ഒരാളായിട്ട് തന്നെ കാണുന്നത്. എനിക്ക് പറഞ്ഞാൽ ഈ കാര്യത്തിൽ ഒന്നും മനസ്സിലായില്ല. എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് എല്ലാറ്റിനോടും ഇത്തരം നിസ്സംഗഭാവമാണ്. നീയൊക്കെ എന്ത് ചെയ്യാനെന്നൊരു ഭാവമാണ്. ഒരാൾ കത്തിയെടുത്ത് കുത്താൻ വന്നാൽ എൻ്റെ ഉള്ളിൽ അത് തോന്നുന്നുണ്ട്. കൊല്ലുന്നതിനപ്പുറത്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഭാവമാണ് എൻ്റെ ഉള്ളിലുണ്ട്. ചാടാൻ പറഞ്ഞിട്ട് ചാടാണ്ടായപ്പോൾ ചാടറിന്ന് പറഞ്ഞിട്ട് പുറത്ത് അതേ വടിയുണ്ട് 2 അടി അടിച്ചു. ഞാൻ ചാടില്ല, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ചാടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സൈഡിലിരിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചിട്ട് അവളെ നീ അടിക്കണ്ട, അവളെ ഈ റൂമിലേക്ക് വിടാൻ പറഞ്ഞു. അപ്പോൾ 5 അടിയോടുകൂടിയ പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ സർക്കിൾ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ കേസില്ലാണ്ടാക്കി വിടാം, എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ റോസിയുടെ മുഖത്ത് നോക്കി. ഞാൻ ഇതിനൊന്നും മറുപടി പറയുന്നില്ല. അതാണ് അവർക്ക് ഏറ്റവും വലിയ അല്ല, അതല്ല, ഞാൻ അയാളുടെ മറുപടി പറയാനുള്ള അർഹത, അയാൾക്ക് മറുപടി കേൾക്കാനുള്ള അർഹത ഇല്ലാത്ത ആളായിട്ട് ഞാൻ അയാളെ കാണുന്നു. അയാളോട് ഞാൻ എന്ത് മറുപടി പറയണ, കാര്യം എന്താണെന്ന് ചോദിച്ചില്ല, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചില്ല, എൻ്റെ ഭാഗത്തുള്ള തെറ്റുശരികളെ പറ്റി ചോദിച്ചിട്ടില്ല. അപ്പം അവരെ സാമ്രാജ്യത്തിൽ നമ്മൾ പെട്ട പോലെയാണ്. അതിൻ്റെ അപ്പുറത്ത് ഒരു മോചനം ഇല്ല എന്നുള്ള പോലെയാണ് ഞാനും നിൽക്കുന്നത്. ഇപ്പോൾ റോസിയോട് ചോദിച്ചപ്പോൾ റോസി കണ്ണുകൊണ്ടോട്ടി ഇപ്പോൾ റോസി പറഞ്ഞോട് ചെല്ലാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചെല്ലാന്ന് പറയണമെങ്കിൽ നീ പറയും, നീയല്ലേ എത്ര കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത് തന്നെ. അപ്പം എനിക്ക് ഈ പോലീസുകാരോടുള്ള അത്ര ദേഷ്യം തന്നെ റോസിയോടും. അപ്പോൾ അവൾ പറഞ്ഞു സാറേ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അതോടുകൂടി അവിടെ തടിയും തൊഴിയൊക്കെ കഴിഞ്ഞൊരു 12 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പുറത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ റോസിയോട് പറഞ്ഞു ഞാൻ അയാളുടെ കൂടെ പോകില്ല എന്നപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഇവിടെ പിന്നെ ഭയങ്കര ദുഷ്ടത്തിയൊന്നും ആയിരുന്നില്ല. അവളെ സാഹചര്യത്തിൽ പെട്ടുപോയതാണ്. അവൾ കുറേ ഉപദേശമൊക്കെ തന്നു, ഞാനതൊന്നും കേട്ടില്ല. പക്ഷേ പിന്നീട് അവർ ചെയ്ത കാര്യമാണ് ഭയങ്കര അപകടകരമായത്. അവർ 12:30 വിട്ട സമയത്ത് പുറത്തൊരു ജീപ്പ് ഉണ്ടായിരുന്നു, ജീപ്പിൽ കയറാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ജീപ്പിൽ എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ആ ജീപ്പ് എടുത്തിട്ട് അവർ മൈക്ക് എടുത്തിട്ട് ഞങ്ങളുടെ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷനിലും ആ പരിസരത്ത് അനൗൺസ് ചെയ്തു. അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ അവസാന സമയത്താണ് അങ്ങനെ ഒരു സ്ത്രീനെ എന്നെ സ്ഥലത്തിന് പിടിച്ചിട്ടുണ്ടെന്നും ഇന്ന വീട്ടിലെയാണെന്നും ഇന്ന തറവാട്ടിലെയാണെന്നും. അപ്പോഴാണ് ഈ തറവാടിനെ പറ്റിയൊക്കെ ഞാൻ ആലോചിക്കുന്നത്. അവളിങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വീട്ടുകാരെ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ, ഈ 2 സ്ഥലത്തുള്ള നാട്ടുകാരെയൊക്കെ വിലക്കി എന്നെ ആ പ്രദേശത്ത് ചെല്ലാൻ പാടില്ല. ഈ ജീപ്പിലുള്ള കറക്കത്തിൽ ഇവരെന്തൊക്കെയോ മറ്റേ ഡോക്കിൽ പറയുന്നുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ മണലിപ്പുഴന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കി ഇറക്കി വിട്ടിട്ട് ഞാൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് എന്നെ കാത്തവിടെ നിൽക്കില്ലായിരുന്നു. അവരാണ് പറഞ്ഞത് നീ അവിടെ പോവരുത്, എന്താന്ന് ചോദിച്ചു. അത് പോലീസുകാർ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കണ്ടാൽ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നു പറഞ്ഞു. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓണായത്, എൻ്റെ മനസ്സ് ഓണായത്. നാട്ടുകാർ തല്ലിക്കൊല്ലോ, പിന്നെ അവിടെ പോകാൻ പറ്റില്ല. ഞാനങ്ങനെ തിരിച്ച് ടൗണിൽ വന്നു. അങ്ങനെ കുറച്ചു നേരം കാത്തിരുന്നപ്പോൾ അന്ന് 24 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ട് അവളുടെ കൂടെ പോയി. അതാണ് ആദ്യം നടക്കുന്നത്. പിന്നെ അവളുടെ കൂടെ പോയി, അവളുടെ കൂടെ കുറച്ച് ദിവസം നിന്നപ്പോൾ ഈ പറഞ്ഞ മാതിരി അവളുടെ ശീലങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടാതെ അവളായിട്ട് ഉടക്കി അവിടെ നിന്ന് വന്നു. പക്ഷെ ഉടക്കി അവിടെ നിന്ന് വന്നപ്പോൾ അവിടെ ബ്രോക്കർ ഉണ്ടായിരുന്നു. ആ ബ്രോക്കർ എന്നെ അടുത്തൊരു കമ്പനി വീട്ടിൽ കൊണ്ടാക്കി. ഞാൻ ആ ബുക്ക് പറഞ്ഞിട്ട് ഇറ്റാമാഷ് കമ്പനി വീടല്ല. അയാൾ എന്നെ 13 വയസ്സിൽ പീഡിപ്പിക്കാൻ നോക്കിയാണ്. പക്ഷെ എന്നത് റോസി മരിച്ചുപോയി. അയാള് അത് കഴിഞ്ഞൊരു 10-20 വർഷം കഴിഞ്ഞപ്പോൾ അവള് ക്യാൻസർ വന്ന് മരിച്ചു. 10-20 വർഷം കഴിഞ്ഞപ്പോൾ. അതെ. പക്ഷെ ഒരുപക്ഷെ ചേച്ചി ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം രാമനിലയത്തിൽ കൊണ്ടുപോയി ഉപയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും ദുഷ്ടൻ എന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിനുശേഷം ഇത്രയും ക്രൂരന്മാരായി കണ്ടിട്ടുണ്ടോ? അയാളോളം ക്രൂരനായിട്ട് ആരും ഉണ്ടായിട്ടില്ല. കാരണം ഒരു മനുഷ്യൻ ശത്രുവായിട്ട് നമ്മുടെ മുന്നിൽ നിന്നാൽ നമുക്ക് എതിർക്കാൻ പറ്റും. ഒരാൾ മിത്രമായിട്ട് നമ്മുടെ മുന്നിൽ നിന്നാൽ നമുക്ക് എതിർക്കാൻ പറ്റില്ല. നമ്മളെ എതിർക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കില്ല. അതാണ് ക്രൂരത. എല്ലാവരും പറയും നേരിട്ട് കത്തിയെടുത്ത് കുത്താൻ വരുന്നവനെയോ കല്ലെറിയുന്നവനെയോ തെറി വിളിക്കണവനെയോ ഒക്കെ പറയും അയാളാണ് ഏറ്റവും ദുഷ്ടം എന്ന് പറയും. അയാള് പേര് പറഞ്ഞിട്ടില്ല, പൈസ ചോദിച്ചിട്ടില്ല. സാറേന്ന് മാത്രം. തൃശ്ശൂർ മെയിനായിട്ടുള്ള സ്റ്റേഷൻ, മറ്റേ ഈസ്റ്റ് ബോട്ടിലുള്ള മെയിൻ സ്റ്റേഷനിലായിരുന്നു.
അവിടെ നിന്ന് അയാള് ജോലി മാറിപ്പോവുകയായിരുന്നു. സർക്കിളിന്റെ മേലുള്ള ഒരു ഉദ്യോഗസ്ഥനാന്നറിയാം. കാരണം സർക്കിള് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഇനി ഇപ്പോ ഒരുപക്ഷെ ദൈവം അയാളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് യാദൃച്ഛികമായിട്ട്, എങ്ങനെയായിരിക്കും ചേച്ചിയുടെ പ്രതികരണം? അയാള് വളരെ കൂളായിട്ട് ചോദിക്കുക, ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യനായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ അടുത്ത്, നമ്മൾ പറയല്ലോ സ്ത്രീകളെ, സ്ത്രീ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയല്ല, നമ്മൾ ശരീരം പങ്കുവെച്ച യാതൊരു പ്രശ്നമില്ലാണ്ട് വളരെ സൗഹൃദമായിട്ട് കടന്നുപോയ ഒരാൾ, ഒരു 9 മണി അല്ലെങ്കിൽ 10 മണി തൊട്ട് 5 മണി വരെ വളരെ സൗഹൃദത്തിൽ പോയി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ശരീരം പങ്കിടുക, ഒരുമിച്ച് മദ്യപിക്കുക, ഒരുപാട് കാര്യങ്ങൾ പറയുക. അപ്പൊ അത്രയൊക്കെ ചെയ്തിട്ട് ഒരാൾക്ക് എന്താണ് അയാൾക്ക് എന്നോടുള്ള ദേഷ്യം? അപ്പൊ അയാള് ശരീരം ഉപയോഗിക്കുമ്പോൾ അയാൾ എൻ്റെ ഒരു ക്ലയന്റും, ആ ശരീരം കഴിഞ്ഞപ്പോൾ ഞാനൊരു പോലീസുകാരനാണ്. അപ്പൊ പോലീസുകാർക്ക് ഏറ്റവും ദുഷ്ടന്റെ മുഖം എന്ന് പറഞ്ഞാൽ അയാളുടെ മുഖമാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ സുരേഷ് ഗോപി ശൈലി എന്ന് പറഞ്ഞത് അയാളുടെ ശരീരഘടന തന്നെയാണ് പറഞ്ഞത്. അയാളെടുത്ത ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അയാളൊരു മറ്റേ കസവ് കൊണ്ട് കൊടുത്ത് കസവന്റെ ഒരു വേഷ്ടി പൊതിച്ചിട്ടാണ് അയാൾ വന്നത്. വേറൊരു ഡ്രസ്സ് അയാൾ ഉണ്ടായിരുന്നില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അയാളൊരു പോലീസ് ഓഫീസർ ഒന്നല്ല എൻ്റെ മുന്നിൽ. എൻ്റെ മുമ്പിൽ എന്താ പറയുക, ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് തോന്നുന്ന എൻ്റെ ഭർത്താവ് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ബന്ധപ്പെടുന്ന ഒരു കാമുകനോ ഒരു ആത്മാർത്ഥ സുഹൃത്തുന്നോ ഒക്കെ തോന്നുന്നു. അയാളെ ക്ലയന്റ് എന്ന് പോലും പറയാനായിട്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഏറ്റവും ബെസ്റ്റ് സുഹൃത്തും തന്നെയാണ് വിചാരിച്ചിരുന്നത്. നമുക്ക് കുട്ടിക്കാലത്തേക്ക് തന്നെ മടങ്ങിപ്പോവാം. സഹോദരങ്ങൾ എത്ര പേരായിരുന്നു? 6 പേരാണ് ഞങ്ങള്. ഞാൻ അടക്കം 6 പേര്, 2 ആണും 4 പെണ്ണും. അപ്പൊ എൻ്റെ ഈ നിസ്സംഗഭാവത്തിന് പ്രധാന ഒരു കാരണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ അമ്മ പറഞ്ഞു കേട്ടതും കുറച്ച് അനുഭവിച്ചിരുന്നു. ഏറ്റവും മൂത്ത ചേട്ടനാണ്. അപ്പൊ ചേട്ടനോട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അമ്മ നൂൽമില്ലിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു 9 വയസ്സായപ്പോഴാണ് 8 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവരെ ജോലി പോയത്. അതിന് മുമ്പ് ചേട്ടനെ വിളിച്ചുകൊണ്ടുപോയി അമ്മ അന്ന് ചായക്കട പലഹാരം എന്ന് പറഞ്ഞാൽ അപൂർവമായൊരു സാധനം. അപ്പൊ അവർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാത്ത വൈകുന്നേരമായ 4 മണി കഴിഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ അനിയൻ കുട്ടിയുണ്ട്, അവനെ എന്നേലും 1 വയസ്സിന് താഴെ. അവനെ കൊണ്ടുപോയി അച്ഛൻ കൊണ്ടുപോയിട്ട് നല്ല വടയും ചായയൊക്കെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഞാനിതിൻ്റെ ഇടയിൽ എവിടെയും പെട്ടിരുന്നു. എനിക്ക് വിശപ്പുണ്ടെന്നോ അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെന്നോ അല്ലെങ്കിൽ 5-6 മക്കളൊന്നും അപ്പിയില്ല. 3 മക്കൾ. പിന്നെ എനിക്ക് 8 വർഷം, എനിക്ക് 8 വയസ്സായ ശേഷമാണ് പിന്നെ 3 ആള് ജനിച്ചത്. അപ്പൊ ഞങ്ങൾ 3 ആളേ ഉള്ളൂ. അത് ഞാനൊരു കുട്ടിയാണ്. അത് ഞങ്ങളെ തറവാട്ടില് 40 വർഷത്തിന് ശേഷം ജനിച്ചൊരു കുട്ടിയാണ്, പെൺകുട്ടി. അപ്പൊ 40 വർഷത്തിന് ശേഷം ജനിച്ചപ്പോ എന്തൊക്കെയോ ആഘോഷങ്ങളൊക്കെ നടത്തി നമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് വല്യമ്മ ഒരു വാക്ക് പറഞ്ഞത്, അച്ഛന് ജോലിയൊന്നും ഇല്ലായിരുന്നു, അച്ഛൻ എക്സ് മിലിറ്ററിയാണ്. എക്സ് മിലിറ്ററി എന്ന് പറഞ്ഞാൽ അച്ഛന് എനിക്ക് 8 വയസ്സുള്ളപ്പോ 40 വയസ്സിനകത്തായിട്ടോ 40-42 വയസ്സേ ഉള്ളൂ. അച്ഛനൊരു ജോലിക്കും പോകില്ല, ആരോഗ്യമുണ്ട്, എല്ലാത്തരം കഴിവുകളും ഉണ്ട്, പോകില്ല. അച്ഛന് എക്സ് മിലിറ്ററി എന്നുള്ളൊരു പവർ, അതിന് തക്കോണം ജോലി കിട്ടണം എന്നൊക്കെയുള്ള രീതിയിലാണ് അച്ഛൻ പോവാതിരുന്നത്. 8 വയസ്സായപ്പോ അമ്മയുടെ ജോലി പോയി കഴിഞ്ഞപ്പോ അമ്മയ്ക്കും തോന്നിയിട്ടില്ല. അച്ഛനായാലും 15 വയസ്സിന് താഴെയാണ് അമ്മ. അപ്പൊ അമ്മയ്ക്കും തോന്നിയിട്ടില്ല. അമ്മയ്ക്ക് ഏകദേശം ഇപ്പൊ ഒരു 30-32 വയസ്സ് അമ്മയ്ക്കുള്ളൂ. അപ്പൊ അമ്മയ്ക്കും തോന്നിയിട്ടില്ല ഞാൻ ജോലി എടുത്തിട്ട് ഈ കുട്ടികളെ പോറ്റണം. അത് കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞപ്പോ പിന്നെ ഒരു 5 കുട്ടികൾ ജനിച്ച, 2 എണ്ണം വെച്ചൊരു 3 എണ്ണം ഉണ്ട്. ഈ 6 മക്കളുള്ളപ്പോ അച്ഛനും അമ്മയും, 32 വയസ്സായ അച്ഛനും, അത് വളർന്നു കഴിഞ്ഞപ്പോ 47 വയസ്സായ അച്ഛനും 32 വയസ്സായ അമ്മയും ഒരു കൂലി വേലയ്ക്കും പോയിട്ടില്ല. അപ്പൊ ആ വീട്ടിൽ എന്ന് പറഞ്ഞാല് യാതൊരു ഉത്തരവാദിത്തമുള്ള ഒരു കൊച്ചു പെൻസില്, അന്ന് സ്ലേറ്റിൽ എഴുതുന്ന പെൻസിലാണ്, ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് എഴുത്തറിയാത്തത്. ഒരു പെൻസില് എൻ്റെ അച്ഛൻ്റെ വകയായിട്ട് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയതായിട്ട് എനിക്ക് അറിഞ്ഞോട്. ഒരു ചോക്ലേറ്റ് കിട്ടിയതെന്ന്, ചോക്ലേറ്റ് ഇല്ല, മറ്റേ ഇതുകളൊക്കെ കുറവാണെന്നാലും എന്തെങ്കിലും ഒരു മിഠായിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും, ഒരു നാരങ്ങ മിഠായിയാണെന്ന് ഏറ്റവും പ്രധാനമുള്ളത്, ഏറ്റവും വില കുറഞ്ഞ സാധനം. അപ്പൊ അതൊന്നും കിട്ടിയിട്ടില്ല.